ദ ജേർണലിസ്റ്റിലേക്ക് ഒരു യുദ്ധം അതിന്റെ ഏറ്റവും അപകടകരമായ ആപത്കരമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം. 4 മാസം പിന്നിട്ടിട്ടും ഒന്നും നേടിയെടുക്കാൻ സാധിക്കാത്തതിന്റെ ജാള്യതയും അമർഷവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നല്ലപോലെ ഉണ്ട് എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് കഴിഞ്ഞ 1-2 ദിവസമായി അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നത്. കാരണം ഒരൊറ്റ പലസ്തീനിയെ പോലും ജീവനോടെ വെച്ചേക്കില്ല എന്ന നിലയിലേക്ക് യുദ്ധത്തിന്റെ രീതിയും ഭീകരതയും മാറുകയാണ്. സയനിസ്റ്റ് ഭരണകൂടം അതിന്റെ ഏറ്റവും വലിയ ഭീകരത പ്രകടമാക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. കാരണം ഗസയിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട 12 ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന റഫയിലേക്ക് ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണം എന്ന് പറയുന്നത് എല്ലാ നിയന്ത്രണങ്ങളും ലംഘിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഒരു മര്യാദയും ഇല്ലാത്ത വിധത്തിൽ, അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ പൂർണ്ണമായി ലംഘിക്കുന്ന വിധത്തിൽ, മാനുഷിക മൂല്യങ്ങൾ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധത്തിൽ ഭീകരമാണ്, അപകടകരമാണ്. ഇസ്രായേൽ ഇത്രയും മോശപ്പെട്ട രീതിയിലേക്ക് ഈ യുദ്ധത്തെ മാറ്റിയെടുക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിനെതിരായ രോഷം അതിശക്തമായി എതിർചേരികളിൽ ഉയരുകയാണ്. അത് ഒരു യുദ്ധത്തിന്റെ പ്രത്യാക്രമണത്തിന്റെ രീതിയിൽ ഇസ്രായേലിന് നേരെ പതിച്ചാൽ ഇസ്രായേലിനും വലിയ നാശനഷ്ടമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ മണിക്കൂറുകളിൽ ചേർന്ന യോഗത്തിൽ ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന്. റഫയിലേക്ക് കടന്നു കയറി ഗസയിൽ കാണിച്ചതുപോലെ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും ഇസ്രായേൽ എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് സൗദി. കഴിഞ്ഞ 4 ദിവസമായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ ചിലതെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന നിലയിലുള്ള വാർത്താക്കുറിപ്പുകളും അതുപോലെ പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത്, ഗസയിലേക്ക് ആക്രമണങ്ങൾ ആരംഭിച്ച സമയത്ത് അറബ് രാജ്യങ്ങളുടെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ അതുപോലെ അറബ് ലീഗ് എന്ന് പറയുന്ന 2 ഉച്ചകോടികൾ ചേർന്നിരുന്നു. അതിൽ ഇസ്രായേലിനെതിരെ നിലപാട് പ്രഖ്യാപനം ഉണ്ടായെങ്കിലും അതിനപ്പുറത്തേക്ക് യുദ്ധം നിയന്ത്രിക്കാനുള്ള ഒന്നും തന്നെ ഈ യോഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല, ചില വാക്കാൽ പരാമർശങ്ങളല്ലാതെ. പക്ഷെ അന്ന് ഇറാൻ പറഞ്ഞതാണ്, ഇത് ഇസ്രായേലിനുള്ള പിന്തുണയായി മാറാൻ പോവുകയാണ് നിങ്ങളുടെ നിശബ്ദത. ഇനിയും ഇങ്ങനെയാണ് നിങ്ങൾ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇസ്രായേൽ ഗസയിൽ അവർക്ക് തോന്നിയതൊക്കെ ചെയ്യും, വലിയ നാശത്തിലേക്ക് പലസ്തീൻ പോകും, അതിന് നമ്മൾ തടയിടണം, ഇസ്രായേലിനെ ഉപരോധിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നമ്മൾ നീങ്ങണം, ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കണം. അല്ലാതെ ഇസ്രായേൽ ചെയ്യുന്നതിലൊക്കെയും കൈയും കെട്ടി കാഴ്ചക്കാരായി നോക്കി നിന്നാൽ അവരെന്തും ചെയ്തു കളയുമെന്ന് അന്ന് ഇറാൻ പറഞ്ഞതാണ്. പക്ഷെ അന്ന് അറബ് രാജ്യങ്ങൾ, ഈ പറയുന്ന സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊന്നും വിഷയത്തിൽ പ്രതിഷേധിച്ചിരുന്നു, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടൽ തേടിയിരുന്നു. എന്നതിനപ്പുറത്തേക്ക് ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു നിലപാട് പറയുന്നതിനപ്പുറത്തേക്ക് ചെയ്യാൻ ഈ അറബ് രാജ്യങ്ങൾ സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവർ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ മാറുകയാണ്. ഒന്നാമത് ഹൂത്തികളുടെ ഇടപെടലിനെ തുടർന്ന് ചെങ്കടൽ നിലച്ചിരിക്കുന്ന, അതുവഴിയുള്ള ഗതാഗതം നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കടലിനടിയിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉൾച്ചേർന്നിട്ടുള്ള കേബിളുകൾ തകർക്കുകയാണ് ഹൂത്തികൾ, അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് വാർത്തകൾ വന്നിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ ഇത് പശ്ചിമേഷ്യയെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കുകയും അറബ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പോലും തകർന്ന് തരിപ്പണമാകുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ വ്യവസായത്തെ പോലും, നിലനിൽപ്പിനെ പോലും, കയറ്റുമതി ഇറക്കുമതിയെ പോലും ഒക്കെ ബാധിക്കുന്ന വിധത്തിലേക്ക് ചിലപ്പോൾ ഇത് മാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് മാറി തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ തന്നെ ഹൂത്തികൾ ചെങ്കടലിൽ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 മാസത്തിനടുത്താവാറായി. ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സഖ്യകക്ഷികളുടെ ആ വലിയ സൈനിക നീക്കത്തിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഹൂത്തികളാണെങ്കിൽ ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിക്കുന്നു, അതുവഴി പോകുന്ന പല കപ്പലുകളെയും ലക്ഷ്യം വെച്ച് മിസൈൽ ആക്രമണം നടത്തുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഒരു വശത്ത് ശക്തമാകുമ്പോൾ ഈ കടൽ സുരക്ഷ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി നിൽക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ചരക്കുകൾ അങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ടും വരുന്നില്ല. കാരണം കപ്പൽ കമ്പനികളൊക്കെ ഭയന്നിരിക്കുകയാണ്. അന്താരാഷ്ട്ര കമ്പനികൾ, ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ ചരക്ക് നീക്കം പല വഴിക്ക് പോകുന്നത് കൊണ്ട് ചെലവേറുന്നുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ തുറമുഖം അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ ഇത് അറബ് രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളും പ്രധാനമായി ചരക്ക് നീക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് ഈ ബാബൽ മന്ദം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ പ്രതിസന്ധി രൂക്ഷമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിയും പ്രതിസന്ധികൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ നല്ല ബോധ്യമുണ്ട് അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ. അതുകൊണ്ടാണ് അവർ ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അതുപോലെ അമേരിക്കയുടെ ഒരു പശ്ചിമേഷ്യൻ ഇടപെടൽ, അതായത് ഇറാഖിലും സിറിയയിലും ഒക്കെ
അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ചെറു ഗ്രൂപ്പുകൾ, ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക അങ്ങോട്ടും തിരിച്ചടിക്കുകയാണ്. അപ്പോ അമേരിക്കയുടെ സൈനിക ഇടപെടൽ പശ്ചിമേഷ്യയിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നതും ഒരു അപായ സൂചനകളൊക്കെയാണ് സൗദി കാണുന്നത്. എന്തായാലും മൊത്തത്തിൽ കലുഷിതമായ ഒരു സാഹചര്യം ഈ പശ്ചിമേഷ്യയിലുണ്ട്. അതിനിടയിൽ അതിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ആ പ്രശ്നം എന്ന് പറയുന്നത് റഫേലേക്ക് അതിശക്തമായ ഒരു സൈനിക നീക്കത്തിന് നെതന്യാഹു ഉത്തരവിട്ടിരിക്കുകയാണ്. അതിനെതിരെ സൗദിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സാധ്യതകൾ, അതായത് ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് മറുപടി കൊടുക്കുന്ന വിധത്തിൽ എന്തൊക്കെ നീക്കങ്ങൾ ഇനി ഉണ്ടാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൗദി മുന്നിട്ട് വന്നത് ഇസ്രായേലിനെതിരെ ശക്തമായ ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങളുമായി പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന വെല്ലുവിളിയുമായി സൗദി മുന്നിട്ട് വന്നത്. അത് ഒരു വലിയ മാറ്റമാണ്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഒരു പുതിയ അധ്യായം എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലാണ് സൗദിയുടെ ഈ ഇടപെടൽ. അതേസമയം ഇസ്രായേലിന്റെ അവസ്ഥ നോക്കുക. ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു എന്നതല്ലാതെ ഇപ്പോഴും, അതായത് 4 മാസം പിന്നിട്ടിട്ടും ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ കുറിച്ച് ഒരു വിവരവും ഇസ്രായേലിന് ഇല്ല എന്നുള്ളത് ലോകം മുഴുവൻ അമ്പരപ്പോടു കൂടിയാണ് നോക്കുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനയായ മൊസാദ് ഉണ്ട്, അതുപോലെ അമേരിക്കയുടെ പിന്തുണയുണ്ട്, അതുപോലെ യുദ്ധ സാമഗ്രികളുണ്ട്, സന്നാഹങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും 150ഓളം വരുന്ന 130ഓളം വരുന്ന ഇസ്രായേലികൾ, അതായത് ഇസ്രായേലിൽ നിന്ന് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ആളുകൾ ഇവരെവിടെയാണെന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു ധാരണ ഇസ്രായേലിൽ ലഭിച്ചിട്ടില്ല. അത് അവരെ സംബന്ധിച്ച് നാണക്കേട് മാത്രമല്ല, അവരുടെ സംവിധാനങ്ങൾ മുഴുവൻ ഹമാസിന് മുന്നിൽ പരാജയപ്പെടുന്നു എന്നതിന്റെ പ്രകടമായ തെളിവ് കൂടിയാണ്. ഹമാസിന്റെ തുരങ്കങ്ങൾ അന്വേഷിച്ചു പോകുന്ന സംഘങ്ങളൊക്കെ ആക്രമണത്തിന്റെ ഭീതിയിലാണ്. അവർ തിരിച്ചടിച്ച് IDF-കാര് വലിയ തോതിൽ പരിക്കേറ്റ് തിരിച്ചു വരുന്ന കാഴ്ചകൾ, മരിച്ചു വരുന്ന കാഴ്ചകൾ, പെട്ടികളിൽ കയറുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അപ്പൊ ആ തരത്തിലും ജയിക്കാൻ സാധിക്കാതെ വന്നതോടുകൂടി സർവ്വ രോഷവും അല്ലെങ്കിൽ നാണക്കേടും ഒക്കെ ഈ റഫേൽ ആക്രമണത്തിലൂടെ തീർക്കുക എന്ന നിലയിലേക്ക് നെതന്യാഹു മാറിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത്. കാരണം റഫേൽ നിരന്തരമായി തുടർച്ചയായി ഒരു മയവുമില്ലാത്ത വിധത്തിൽ ആക്രമണങ്ങൾ നടത്തിക്കോളൂ എന്നാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം തന്റെ സൈനികരോട് പറഞ്ഞത്. അതിന്റെ തുടക്കം ആരംഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആരംഭം നടന്നിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സൗദി അറേബ്യ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാലും പശ്ചിമേഷ്യയിൽ ഈ യുദ്ധം വ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ തലം മാറുകയാണ്. കുറെ കൂടി അപകടകരമായ, ആപത്കരമായ, ഭീതിജനകമായ, ഭീകരമായ അവസ്ഥയിലേക്ക് ഈ യുദ്ധം മാറുന്നു. ഇത് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ നയതന്ത്ര പ്രശ്നങ്ങളിലേക്കും ഒക്കെ രാജ്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് എങ്കിലും ഈ പൂർണ്ണമായ വെടിനിർത്തൽ എന്ന ഒരു നിലപാടിൽ ഹമാസ് ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകുന്നില്ല. ഹമാസ് ഇപ്പോഴും പറയുന്നത് താൽക്കാലിക വെടിനിർത്തൽ എന്നത് ഞങ്ങളെ കബളിപ്പിക്കലാണ്, അല്ലെങ്കിൽ അത് ഒരു ശാശ്വത പരിഹാരമല്ല. ഇനിയുള്ള ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് പൂർണ്ണമായും പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി ഇസ്രായേൽ അംഗീകരിച്ച് പിന്മാറുക എന്നുള്ളിടത്ത് മാത്രമാണ് ഇനിയുള്ള സമാധാനം അല്ലെങ്കിൽ ഇനിയുള്ള തീർപ്പ്. അപ്പൊ അതിനു വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ നമുക്ക് വെടിനിർത്തൽ ചർച്ച ചെയ്യാം, ബന്ദികളെ കൈമാറാം, കരാർ എഴുതി പിരിയാം. ഇതാണ് ഹമാസ് പറയുന്നത്. എന്തായാലും ഈ അവസ്ഥയാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും. പശ്ചിമേഷ്യ മുഴുവൻ സ്തംഭിക്കുന്ന വിധത്തിലേക്ക്, അതായത് അറബ് രാജ്യങ്ങളെ ഉൾപ്പെടെയൊക്കെ കാര്യമായി തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് യുദ്ധത്തിന്റെ തലം മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.